നമസ്കാരം. മുമ്പ് പലതരം മില്ലറ്റുകൾ ഉപയോഗിച്ച് ചോറ് തയ്യാറാക്കുന്നത് ഞാൻ ഷെയർ ചെയ്തിരുന്നു. ഇന്ന് ചാമ അല്ലെങ്കിൽ ലിറ്റിൽ മില്ലറ്റ് ഉപയോഗിച്ച് ചോറ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നാണ് കാണിക്കുന്നത്. ഓരോ മില്ലറ്റ് ഉപയോഗിച്ച് ചോറ് തയ്യാറാക്കുമ്പോഴും അതിനുപയോഗിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഓരോ മില്ലറ്റും വ്യത്യസ്തമായിട്ട് ചോറ് തയ്യാറാക്കുന്നത് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ നമുക്കിന്ന് ചാമ ഉപയോഗിച്ച് ചോറ് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ചാമരി എടുത്ത് ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം അതിലേക്ക് വെള്ളം ചേർത്ത് നമ്മൾ കുതിർക്കാനായിട്ട് വെക്കണം. ഇതിപ്പോൾ 1 കപ്പ് ചാമരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 2 കപ്പ് വെള്ളം ചേർത്ത് 6 മുതൽ 8 മണിക്കൂർ വരെ ഞാൻ കുതിർത്തെടുത്തതാണ്. നമ്മൾ കോപ്പർ പാത്രങ്ങളിൽ സൂക്ഷിച്ചതോ അല്ലെങ്കിൽ കോപ്പർ റോഡ് ഇട്ടിട്ട് സ്റ്റീൽ പാത്രം അല്ലെങ്കിൽ മൺപാത്രത്തിലോ സൂക്ഷിച്ചതായിട്ടുള്ള വെള്ളം ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് മില്ലറ്റൊക്കെ കുക്ക് ചെയ്യുമ്പോൾ. ഞാനിത് കോപ്പർ പാത്രത്തിൽ സൂക്ഷിച്ച വെള്ളമാണ്. കോപ്പർ പാത്രത്തിലാണ് വെള്ളം സൂക്ഷിക്കണമെങ്കിൽ അതിൻ്റെ ഒരു അവസാനത്തെ കാൽഭാഗം വെള്ളം നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. അതൊന്നും പ്രത്യേകം ശ്രദ്ധിക്കണം, അതിൽ കോപ്പറിൻ്റെ അംശം കൂടുതലുണ്ടാവും. അപ്പോൾ ഇനി ഇത് നമുക്ക് വെള്ളം ഒന്ന് ഊറ്റിയെടുത്തതിന് ശേഷം നമുക്കത് വേവിച്ചെടുക്കാം. മൺപാത്രങ്ങളിൽ വേവിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഗുണങ്ങൾ കൂടുതൽ കിട്ടും. ഇനി ഇതിലേക്ക് ഞാൻ വേവിക്കാൻ ഉപയോഗിച്ച 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തു. ഇനി ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാൻ. അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് അടച്ചു വെച്ച് ഈ വെള്ളം തിളയ്ക്കാൻ അനുവദിക്കാം. വെള്ളം ചെറുതായി ഒന്ന് തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരികൾ തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഓയിൽ ചേർത്ത് കൊടുക്കുന്നത്. ബുൾ ഡ്രിവൺ ഓയിൽ ഉപയോഗിക്കണം എന്നാണ് ഡോക്ടർ കാദർവല്ലി പറയുന്നത്. ബുൾ ഡ്രിവൺ ഓയിൽ എന്ന് പറഞ്ഞാൽ ഈ പിക്ചറിൽ കാണുന്ന പോലെ ആട്ടിയെടുത്ത എണ്ണയാണ്. ഇതിനാവുമ്പോൾ നമ്മൾ മെഷീനിൽ ഉണ്ടാക്കുന്ന പോലെ അധികം ടെമ്പറേച്ചറൊന്നും കൂടുന്നില്ല എണ്ണയ്ക്ക്. അതുകൊണ്ട് തന്നെ എണ്ണയുടെ ഗുണങ്ങൾ മുഴുവൻ അതിൽ തന്നെ ഉണ്ടാവും. അതുകൊണ്ടാണ് ഇങ്ങനത്തെ എണ്ണ ഉപയോഗിക്കുന്നതെന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ എണ്ണ കിട്ടുന്നുണ്ടോ എന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ഇനി ഇതിലേക്ക് നമുക്ക് ചാമ ചേർത്ത് കൊടുക്കാം. ചാമ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് ഏറ്റവും കുറഞ്ഞ തീയിൽ വെച്ചിട്ട് വേണം ഒന്ന് വേവിച്ചെടുക്കാൻ. അപ്പോൾ ഒരു അടപ്പ് കൊണ്ട് അടച്ച് ഇതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ്, അല്ലെങ്കിൽ അടി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. പതിനഞ്ച് മുതൽ 20 മിനിറ്റ് വരെ എടുക്കും. നമ്മുടെ ഗ്യാസിൻ്റെ ഫ്ലെയിമൊക്കെ അനുസരിച്ചിരിക്കും. ലോ ഫ്ലെയിമിൽ ഇടാനായിട്ട് ശ്രദ്ധിക്കുക. ഇതിപ്പോൾ ഒരുവിധം വെള്ളം വറ്റി വന്നിട്ടുണ്ട്. കുറച്ചും കൂടി ഒന്ന് വെള്ളം വറ്റി കഴിയുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്ത് വെക്കാം. അപ്പോൾ ഞാനിത് ഒന്നുകൂടി ഒന്ന് അടച്ച് വെക്കുകയാണ്. 2 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞു, ഒരുവിധം വെള്ളം വറ്റി വന്നു. ഞാനിത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം കുറച്ചും കൂടി ഒന്ന് വെള്ളം വറ്റി വരാനുണ്ട്. ഇപ്പോൾ കാണുമ്പോൾ നമുക്ക് നല്ല ഒട്ടിയിരിക്കുന്ന മാതിരി തോന്നും. അത് നന്നായി ചൂടാറി വരുമ്പോൾ കറക്റ്റായിട്ട് വരും. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് 10 മിനിറ്റ് ഇത് അടച്ച് വെക്കുകയാണ്. 10 മിനിറ്റ് കഴിഞ്ഞു. ഞാനിത് ഒരു ഫോർക്ക് ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. സ്പൂൺ വെച്ച് നമുക്ക് ശരിക്കും ചെയ്യാൻ പറ്റില്ല, ഫോർക്ക് ഉപയോഗിച്ച് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ നമ്മൾ നേരത്തെ നല്ല ഒട്ടിയിരിക്കുന്നത് പോലെയാണ് തോന്നിയത് റൈസ് കണ്ടപ്പോൾ. ഇപ്പോൾ ഡ്രൈ ആയി വരും തോറും ഇത് ശരിക്ക് ചോറ് പോലെ തന്നെ വന്നോളും. നമ്മൾ സാധാരണ ചോറ് പോലെ തന്നെ നമ്മൾ മില്ലറ്റ് വേവിക്കുമ്പോഴും ഉപ്പിടേണ്ട ആവശ്യമില്ല. കറികൾ കൂട്ടി കഴിക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് അങ്ങനെ അറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഉപ്പിടേണ്ട ആവശ്യമില്ല. ചാമ അല്ലെങ്കിൽ ലിറ്റിൽ മില്ലറ്റ് ഉപയോഗിച്ചിട്ടുള്ള ചോറ് തയ്യാറായിട്ടുണ്ട്. ബ്രൗൺ ടോപ്പ് മില്ലറ്റ്, അതുപോലെ തിന, അതുപോലെ വരക്, ഇതൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ചോറ് റെസിപ്പി ഷെയർ ചെയ്തിരുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. വളരെ സിമ്പിളായിട്ട് നമ്മൾ സാധാരണ ചോറ് വയ്ക്കുന്ന പോലെ തന്നെ ചോറ് തയ്യാറാക്കി എടുക്കാം. ഇനിയും ഇതുപോലെയുള്ള മില്ലറ്റ് റെസിപ്പീസായിട്ട് ഞാൻ വരാം. അതുവരേക്കും നന്ദി, നമസ്കാരം.